ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ബീച്ച് നിൽക്കുവാണ്. അപ്പം വെക്കേഷനൊക്കെ തീരുന്നതിന് മുമ്പ് ഇവിടെ ബീച്ചിൽ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ ശിവ പറയായിരുന്നു. അന്നേരം അഴീക്കലാണ് നമുക്കൊന്നും കൂടെ അടുത്ത്. പക്ഷേ ഒരു ലോങ് ഡ്രൈവായിട്ട് ബുള്ളറ്റ് പോയിട്ട് കുറേ നാളായി. അങ്ങനെ ഞങ്ങൾ ചോദിച്ചെന്നാൽ ആലപ്പുഴ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽ നടക്കും. അപ്പം നമ്മൾ നേരെ ആദ്യം തന്നെ വന്നൊരു ചായയും കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം ഓരോന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഇവിടെ എന്തോ ഈ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം അങ്ങനെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ എല്ലാം. നമുക്ക് ഫുള്ള് കുളിച്ചും ഡ്രസ്സ് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ളതും എല്ലാം സെറ്റപ്പ് ആക്കിയിരിക്കും ഇവിടെ. പിന്നെ അച്ഛനും മോളും ഒക്കെ തുണി കാരണം ബീച്ചിലിറങ്ങി ഇവരെന്തായാലും കുളിച്ച് കയറത്തുള്ളൂ. അങ്ങനെ അവരതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല, ജസ്റ്റ് കണ്ടു പോരാന്നുള്ള രീതിയിലാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ വളരെ നിരാശ തോന്നി. പിന്നെ പാരച്യൂട്ടും ഗൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പിന്നെ ഇന്ന് വലിയ ആളായിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോഴൊക്കെ ആൾ കുറവായിരുന്നു. സൺഡേ ഒക്കെ ആകുമ്പോഴേ എല്ലാവർക്കും ലീവൊക്കെ ഉള്ളവർക്ക് എല്ലാവരും വരികയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ രാത്രി ആയപ്പോഴാണ്, അല്ലാത്തൊരു ദിവസമായിട്ട് പോലും നല്ല രാത്രി ആയപ്പോഴത്തേക്ക് ആൾ കൂടി. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ആയിരുന്നു ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെ ഒക്കെ നിന്നിട്ട് നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. 6 വയസ്സ് തൊട്ട് 9 വയസ്സുള്ള പിള്ളേർക്ക് 150, ബാക്കി വലിയവർക്കെല്ലാം 200 ടിക്കറ്റിൻ്റെ റേറ്റ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അകത്തോട്ട് കയറുകയാണ്. ആദ്യം തന്നെ വണ്ടർഫാൾസ് എന്ന് എഴുതി ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ്. അത് തന്നെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടബോധം തോന്നി. ഡ്രസ്സ് എടുത്തതും ഇല്ല. ഇത്രയും അടിപൊളി ഐറ്റം ആയിരുന്നെങ്കിൽ നമുക്ക് ഡ്രസ്സും കൂടെ കൊണ്ടുവന്നാലേ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാനുണ്ട്. കാരണം ഫുള്ള് നനഞ്ഞ് ഫുള്ള് ഇപ്പം തന്നെ പകലായിട്ട് അകത്തോട്ട് കയറിയപ്പോൾ ആൾക്കാർ ഇത്രയുണ്ട് ഇവിടെ. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി എന്നിട്ട് നമ്മൾ വെച്ച് ലാസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങുന്നുള്ളൂ. അങ്ങനെ നേരെ അകത്തോട്ട് കയറിയപ്പം തന്നെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഏത് ഭാഗത്ത് ഇരുന്ന് ഫോട്ടോ ഫ്രെയിംസ് എടുക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് അകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതാണ്. ഇത് കഴിഞ്ഞ് നേരെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ കാണുന്നതാണ് പൂക്കൾ കൊണ്ട് എന്തെല്ലാം വെറൈറ്റി ചെയ്യാം. വെറൈറ്റി ആയിട്ട് പിടിച്ചേക്കുമായിരുന്നവരെല്ലാം വെറൈറ്റി ആയിട്ട് തന്നെ ഇതിനകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇനി ലവിൻ്റെ മോഡലുണ്ട്. ഈ ഫ്ലവർ തന്നെ പല ഫ്ലവർ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് വെക്കുക. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിനകത്ത് തന്നെ ഉണ്ട് ഒരുപാട് സ്ഥലത്ത് ഫുള്ള് ഫോട്ടോ ഫ്രെയിംസാണ്. മയിൽ, തത്ത, താറാവ്, അങ്ങനെ കുറേ ഐറ്റംസിന് അവർ ഈ ഫ്ലവർ കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ എയ്റോപ്ലെയിൻ്റെത് മോഡല്, അങ്ങനെ കുറേ ബട്ടർഫ്ലൈ. പിന്നെ ഇതിൻ്റെ ഈ പൂവിൻ്റെ തന്നെ ലവ് ഷേപ്പിൽ വരുന്നതും ഉണ്ട്. അങ്ങനെ കുറേ നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിംസിന് ഒരുപാട് സ്ഥലങ്ങൾ ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തേക്കുക. ഉണ്ട് ചെയ്തിരിക്കുന്നത്. തത്ത സെറ്റ് ചെയ്ത് വെച്ച് കണ്ട വിമാനമൊക്കെ കണ്ട നാട് നല്ലൊരു സെറ്റ്. എന്ത് രസമായിട്ടാണ് ഫ്ലവറിൻ്റെ തന്നെ എന്തോ ഒരു ഐറ്റോ വെറൈറ്റി ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ കേട്ടോ. ഇതെല്ലാം ഫ്ലവറിൻ്റെ വേറെ കുറേ ഐറ്റംസാണ്. അത് നമ്മൾ കയറി വന്നേ
ഇനി ഓരോ ഷോപ്പുകളാണ്. ഫുള്ളിനകം മൊത്തം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ഫാൻസി ഐറ്റംസിൻ്റെയും മിഠായികളുടെയും എല്ലാം ഷോപ്പുകളായിരുന്നു ഉള്ളിലേക്ക്. അപ്പം നമുക്കതെല്ലാം ഒന്ന് കണ്ടാലോ. ഇനി ഇതിൻ്റെ എൻഡ് വരെ ഫുള്ള് ഷോപ്പാണ്. മിഠായിയുടെ ആയാലും എല്ലാം പലതരം പഴയ കാലത്തെ മിഠായികളും അങ്ങനെ കുറേ ഐറ്റംസിൻ്റെ എല്ലാം ഷോപ്പുകളാണ് ഇനി ഫുള്ള്. അപ്പോൾ ഇനി ഇരിക്കുന്ന ഫുള്ള് മിഠായി ഏതാണ്ട് അരിയുണ്ട മിഠായി, മിച്ചർ മിഠായി, പിന്നെ കപ്പലിൻ്റെ മിഠായി, തേൻ മിഠായി, പുളിമിഠായി, നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, ആപ്പിൾ മിഠായി, ഐസ്ക്രീം മിഠായി, പേട, അങ്ങനെ 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 ഒരുപാട് സാധനങ്ങൾ. ഞങ്ങളെല്ലാം കണ്ടിട്ട് പൈസ മിഠായിയൊക്കെ ഇരിക്കുന്നതാണ്. ഞങ്ങളിതെല്ലാം കണ്ട് ഞങ്ങൾ അതിനകത്തൊന്നും അധികം ഒന്നും ഷോപ്പ് ചെയ്തില്ല. ഒരു ചെരുപ്പിൻ്റെ അവിടെ ചെരുപ്പ് മാത്രം, അല്ലാതെ ഞങ്ങൾ അധികം ഒന്നും ഷോപ്പ് ചെയ്തില്ല. ഇതെല്ലാം കണ്ട് ലാസ്റ്റ് ഫുള്ള് വെള്ളത്തിലെ പരിപാടിക്ക് നിൽക്കുകയാണ് എല്ലാവരും, വെള്ളത്തിലടിച്ച് പൊളിക്കാനായിട്ട്. മിഠായിയൊക്കെ മേടിക്കുന്നത് ഒരുപാട് മിഠായി ഉണ്ട്. 24-ാം തീയതി വരെ ഇത് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഒരാഴ്ചക്കടുത്ത് ആകുന്നു. അപ്പം ഇനി എന്തോന്നറിയാൻ വേണ്ടി തീർന്നില്ല. പക്ഷേ 24-നാണ് ഡേറ്റ് പറഞ്ഞത്. മിസ് ചെയ്യാതെ എല്ലാവരും പോയി കണ്ടാൽ വളരെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. ഇതുപോലെ കണ്ടുപോരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് കൈ ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് പോയാലും നല്ല ഒരുപാട് സാധനങ്ങളുണ്ട് മേടിക്കാൻ. ഞങ്ങൾ ഒരുവിധം എല്ലാം കണ്ടുപോരുന്നു. ഇത് ഒരു ചെരുപ്പ് മേടിച്ചു, ഒരു കമ്മൽ, അങ്ങനെ അല്ലാതെ ഐറ്റംസൊന്നും എടുത്തില്ല. പിന്നെ കാണാനായാലും രസമല്ലേ ഇതൊക്കെ, എന്ത് കണ്ട് പോരാ. ബുക്സൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ബുക്സ് കേട്ടോ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ബുക്സും കളക്ഷൻസും, പിള്ളേരുടെ ഡ്രോയിങ് ബുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഷീറ്റ്, പുതപ്പ്, പാൻറ് അങ്ങനെയുള്ള നോർമലി ഫെസ്റ്റിവലിനൊക്കെ എല്ലാം ഇതൊക്കെ തന്നെയല്ലേ. പിന്നെ പിള്ളേരുടേതാണ്ട കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ്. എന്തായാലും അടിപൊളി വൈബായിരുന്നു. ലാസ്റ്റത്താണ് വാട്ടർ ഫാൾസിൻ്റെത്. പരിപാടികൾ ഇനിയും ഉണ്ട് ഒരുപാട്. ഒരു ഫാൻസി ഐറ്റം തന്നെ 2 ഷോപ്പുണ്ട് അകത്ത് തന്നെ. അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ കണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് വരുവാണ്. ഇനി അച്ചാറിൻ്റെ ഐറ്റംസാണ് വരുന്നത് ഫുള്ള്. ഏതെല്ലാം തരത്തിൽ അച്ചാറുണ്ടായിരുന്നേ. അങ്ങനെ ഇതെല്ലാം കണ്ട് ശിവൻ നല്ല കുട്ടിയായിട്ട് ഒന്നും വേണമെന്ന് പറഞ്ഞില്ല, മിടുക്കി കുട്ടിയായിട്ട് നടന്നു വന്നു. വെള്ളത്തിൽ മാത്രം ഇറങ്ങിയാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അത് കാരണം വെള്ളത്തിൽ ഇറങ്ങേണ്ടതുകൊണ്ട് കുഞ്ഞിനകത്തുനിന്ന് ഒന്നും വേണ്ടെന്നും പറഞ്ഞാൽ വേണം. അങ്ങനെ ഞങ്ങളിതെല്ലാം വീഡിയോസെല്ലാം എടുത്തു. കുറേ പേഴ്സൊക്കെ അടിപൊളി പേഴ്സുകളൊക്കെ ഇരുന്നു കേട്ടോ. ബാഗ്, സ്കൂൾ തുറപ്പൊക്കെ അല്ലേ, വലിയ വിലയുടെ ഒന്നുമല്ല, നല്ല ബാഗുകളും അല്ല, നല്ല ബാഗുകളായിരുന്നു, ക്വാളിറ്റിയുള്ള ബാഗൊക്കെ ആയിരുന്നു ഇരുന്നതെല്ലാം. പിന്നെ സ്പ്രേ ഇഷ്ടപ്പെടുന്നവർക്ക് സ്പ്രേ ഐറ്റംസ്, അത്തർ, അങ്ങനെ ഒരുപാട്. പിന്നെ ചെറിയ ഈ ആൻറ്റി ടെർണിഷിൻ്റെ റിങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ കാണുന്ന സിമ്പിളും ഹെവി ആയിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ലോങ് ചെയിൻ, മാല, അങ്ങനെയുള്ള കുറേ ഐറ്റം, അതൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. നല്ല സിമ്പിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ ഐറ്റംസ് ആൻറ്റി ടെർണിഷിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു.
അയ്യോ, ഇനി വരുന്ന എല്ലാം ചെരുപ്പിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ടുള്ള നല്ല നല്ല ചെരുപ്പുകളുണ്ടായിരുന്നു. നല്ല അടിപൊളി ഇഷ്ടപ്പെടുന്ന സൂപ്പർ ചെരുപ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ മോഡൽ ഷൂ ടൈപ്പ് ഉണ്ടവർക്ക് ഷൂ ടൈപ്പ്, അല്ല ലെതറിൻ്റെ മോഡൽ ചെരുപ്പുകളായിരുന്നു കൂടുതൽ. നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ. കാരണം തയ്യലും വർക്കും എല്ലാം കാണുമ്പോൾ നമുക്കറിയാം. നമ്മൾ എടുത്ത് നോക്കിയിട്ട് ഞാനും ഒരു ജോഡി ചെരുപ്പ് മേടിച്ചു. ഇവിടെ നല്ലതായിരുന്നു. കാരണം ഇനിയും ഐറ്റംസ് തീരുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ പുതിയ വീട് വെച്ചവർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഫ്ലവർ വൈസ് വെക്കാൻ പറ്റിയ ഫ്ലവർ വൈസിൽ ഫ്ലവറിൻ്റെ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നല്ല നല്ല രസമുള്ള എല്ലാം ഒരുപാടുണ്ടായിരുന്നു. സ്റ്റെയറിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസൊക്കെ. പുറത്തോട്ട് ഇറങ്ങി വാട്ടർഫോൾസ് കയറിയിട്ടില്ല. ഇനി വാട്ടർഫോൾസ് കയറണം. പിള്ളേർക്ക് കളിക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലതുണ്ട്. അത് ഒറ്റയ്ക്കുള്ളത്. പക്ഷേ കുറേ അബദ്ധങ്ങൾ പറ്റില്ല. ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ അനൗൺസ് ചെയ്യുന്നത് കേട്ടത്. ഞങ്ങൾ ചെന്ന ദിവസം 2 എണ്ണത്തിൽ 2 റൈഡ് ഫ്രീ ആയിട്ട് കയറാമായിരുന്നെന്ന്. പക്ഷെ ഇവർ ഫുള്ള് നനഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അത് കാരണം അതിൽ കയറിയില്ല. എല്ലാം കണ്ട് ലാസ്റ്റ് ഫുള്ള് വെള്ളത്തിലായിരുന്നു കൂടുതൽ ഇവർ എൻജോയ് ചെയ്തത്. ഞാനതെല്ലാം കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. വെക്കേഷൻ തീരാറാവുന്നതിന് മുമ്പ് മക്കളെയൊക്കെ കൊണ്ടുപോയി നല്ലതായിരിക്കും കേട്ടോ. അടിപൊളിയായിരുന്നു കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.